ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 15-ാമത്തെ അധ്യായമാണ് നാം ഇപ്പോൾ പഠനത്തിനും വിചിന്തനത്തിനുമായും നാം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ആ സ്തുതിഗീതങ്ങൾ നമ്മൾ പഠന വിചിന്തന വിഷയമാക്കി. ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്ത് പഴയ നിയമത്തിൽ തന്നെ പ്രവാചകരിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സാർവത്രിക രക്ഷ അത് യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ വിവരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഇവിടെയെല്ലാം പശ്ചാത്തലമായിട്ട് നാം കാണേണ്ടത് ദൈവജനത്തെ തന്നെയാണ്. കാരണം ഇത് ദൈവജനത്തിന് നൽകുന്ന വലിയ ഒരു ഉൾക്കാഴ്ചയാണ്. ചരിത്രത്തെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തെ സംബന്ധിച്ചും നൽകുന്ന ചില ഉൾക്കാഴ്ചകൾ. തിന്മയുടെ ശക്തികൾ അവരെയൊക്കെ ഭയപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തിന്മയുടെ ശക്തികൾ എത്രമാത്രം അവർക്കെതിരെ തിരിഞ്ഞാലും ദൈവം അവയെല്ലാം പരാജയപ്പെടുത്തുകയും ആ രക്ഷ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുമെന്നുള്ള വലിയൊരു സത്യം ഈ ഭാഗത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവജനത്തോടൊപ്പം തന്നെ ഇന്ന് തിന്മയുടെ കൂടെ നിൽക്കുന്നു എന്ന് നാം കരുതുന്നവർ പോലും ദൈവസന്നിധിയിലേക്ക് വരും എന്നുള്ള വലിയ പ്രതീക്ഷയും ഈ ഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ രക്ഷയുടെ അർത്ഥം അതുതന്നെയാണല്ലോ. നാം ചോദിക്കുമായിരിക്കും, ദൈവത്തിൻ്റെ ഈ രക്ഷയിൽ സർവരും പങ്കുചേരുക എന്ന് പറയുന്നത് അത് ന്യായയുക്തമാണോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു പരിധി വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അത് തീർച്ചയായിട്ടും സാർവത്രികമാണ്. ഒരു കൂട്ടരെ മാത്രം രക്ഷപ്പെടുത്തുകയുള്ളൂ എന്ന് നാം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം സർവരെയും രക്ഷിക്കുവാനായിട്ടാണല്ലോ ആഗ്രഹിക്കുക. ഇന്ന് തിന്മയുടെ കൂടെ നിൽക്കുന്നെന്ന് കരുതുന്നവർ പോലും ചിലപ്പോൾ നമുക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു എന്ന് വരാം. കുരിശിൽ കിടന്നുകൊണ്ട് യേശു ആ കള്ളനോട് പറയുന്നില്ലേ, നീ എന്നോട് കൂടെ പർദീസലായിരിക്കുമെന്ന്. ചിലപ്പോഴൊക്കെ തമാശ രൂപേണൊക്കെ പറയാറുണ്ട്, ക്രിസ്തു സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ് ഏറ്റവും ആദ്യം ക്രിസ്തുവിനോടൊപ്പം എത്തിച്ചേർന്നത് ഈ നല്ല കള്ളനാണ്. അപ്പോൾ തിന്മയുടെ കൂടെ നിൽക്കുന്നെന്ന് കരുതുന്നവർ പോലും രക്ഷയിലേക്ക് കടന്നു വരും എന്നുള്ള ആ ഒരു വലിയൊരു സന്ദേശം അത് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ വിശുദ്ധ മന്ദിരം തുറക്കുന്നത് നാം കണ്ടു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശകലനം ചെയ്തിരുന്നു. തുടർന്ന് 6-ാമത്തെ വാക്യത്തിൽ ഏഴ് മഹാമാരികളേന്തിയ 7 ദൂതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നു. അവർ ശുദ്ധമായ ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുന്നു, വക്ഷസ്സിൽ പൊൻ കച്ച കെട്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെ ആ മഹാമാരികളേന്തിയ ദൂതരെക്കുറിച്ചുള്ള വിവരണം. ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോഴും നിങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ മനസ്സിലാക്കി കാണും, ബൈബിളിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഭാഗം അത് നൂറ്റാണ്ടുകളിലൂടെ പല കയ്യെഴുത്ത് പ്രതികളിലൂടെയാണ് നമുക്കത് കൈമാറ്റം ചെയ്ത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കയ്യെഴുത്ത് പ്രതികളിൽ വ്യത്യസ്തമായിട്ടുള്ള ചില പദങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു വരും. ചിലപ്പോൾ അത് ആകസ്മികമായിട്ട് കടന്നു വരുന്ന ഒരു ഭാഗമായിരിക്കാം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഭാഗം ശുദ്ധമായ ശുഭ്ര വസ്ത്രം എന്നുള്ളത്. അപ്പോൾ അവിടെ
ഉപയോഗിച്ചിരിക്കുന്ന ആ പദം അത് ചില പ്രതികളിൽ വ്യത്യസ്തമായിട്ടുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ചില കയ്യെഴുത്ത് പ്രതികളിൽ ലിനോൻ എന്നുള്ള ആ ഒരു പദം അത് ആ വസ്ത്രം തുണി എന്നൊരു ഉപയോഗിച്ചിരിക്കുന്നതാണ് ലിനോൺ ഗ്രീക്ക് ഭാഷയിൽ. ഇനി ചില പ്രതികളിൽ ലിനോൺ എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ലിത്തോൺ എന്നാണ്. ലിത്തോൺ അത് ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർക്ക് അറിയാം. ഈ ഒരു മാറ്റം അത് വളരെ ചിലപ്പോൾ ആകസ്മികമായിട്ട് കടന്നു വന്നിരിക്കാവുന്ന ഒരു മാറ്റമാണ്. ലിനോൺ എന്നെഴുതുമ്പോൾ നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ എൻ എന്നുള്ള അക്ഷരം അത് ഇംഗ്ലീഷിൽ ഏകദേശം വി പോലെ ഇരിക്കും. ഇനി ലിത്തോൺ എന്ന് പറയുമ്പോൾ ആ തേറ്റ എന്ന് പറയുന്നത് അത് ഒരു ഓയുടെ നടുവിൽ ഒരു ചെറിയൊരു ലൈൻ ഇട്ടാൽ അത് ആ ഒരു അക്ഷരമായി. ഇപ്പോൾ ചില പണ്ഡിതന്മാർ പറയും ഇവിടെ ആകസ്മികമായിട്ട് ചിലപ്പോൾ ആ എന്ന് എഴുതിയിരിക്കുന്ന പദം ആ വി പോലുള്ള എൻ്റെ മുകളിൽ ചിലപ്പോഴൊരു കറുത്ത പാട് ചിലപ്പോൾ വന്നു കാണും. അന്നൊക്കെ അത് പപ്പീറസിലാണല്ലോ എഴുതപ്പെട്ടിരുന്നത്. അപ്പോൾ അതിലുള്ള ചെറിയൊരു കറുത്ത പാടായിരിക്കാം. ആ രണ്ട് കറുത്ത പാട് വന്നപ്പോൾ എൻ എന്നുള്ള അക്ഷരം അത് ത എന്നുള്ള അക്ഷരമായിട്ട് തെറ്റിദ്ധരിച്ച് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് യഥാർത്ഥ വാക്കെന്ന് കരുതി ചിലരൊക്കെ ഇത് വസ്ത്രം എന്നതിന് പകരം കല്ല്, ലിത്തോൺ എന്ന് വെച്ചാൽ കല്ല് എന്നാണ് അർത്ഥം. അപ്പോൾ ശുദ്ധമായ കല്ല്, അപ്പോൾ കല്ല് കൊണ്ടുള്ള ഒരു വസ്ത്രം പോലെ. അപ്പോൾ അവർ പറഞ്ഞു മിക്കവാറും ഇതായിരിക്കും ഒറിജിനൽ പദം. നമുക്കറിയാം വെളിപാട് ഗ്രന്ഥത്തിലുള്ള പല പ്രയോഗങ്ങൾക്കും നമുക്കൊക്കെ ഇന്ന് കാണുന്ന അർത്ഥമൊന്നുമല്ല ഉള്ളത്. പല വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതീകങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു മിക്കവാറും യോഹന്നാനും ഇതുപോലെ നമുക്ക് അപരിചിതമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കാം എടുത്തിരിക്കുന്നത്. അപ്പോൾ കല്ലുകൊണ്ടുള്ള വസ്ത്രം ധരിച്ച മാലാഖമാരെന്നൊക്കെ അവർ ഒക്കെ പരിഭാഷപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ അത് ശുദ്ധമായ വസ്ത്രം തന്നെയാണ്. പിന്നെ ശുദ്ധമായ വസ്ത്രം ഇപ്പോൾ ആ മാലാഖമാരെക്കുറിച്ച് ആ ദൂതരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ശുദ്ധമായിട്ടുള്ള വസ്ത്രം ഒക്കെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വരുന്ന ഇവർ, അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഈ വിവരണത്തിൻ്റെ ആ ഒരു അർത്ഥം. ഇനി ഇവിടെ ശുദ്ധമായിട്ടുള്ള വസ്ത്രം അത് നമ്മൾ പിന്നീട് വരുമ്പോൾ 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വിശുദ്ധരുടെ നിർമ്മല വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അവരുടെ സൽപ്രവൃത്തികളാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ദൂതർ ഈ വിശുദ്ധരുടെ സൽപ്രവൃത്തികൾ അതൊക്കെ വഹിക്കുന്നവരാകാം എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നു. അതായത് ആ വിശുദ്ധരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന് അർത്ഥം. അപ്പോൾ ഈ വിശുദ്ധരെക്കുറിച്ചുള്ള ഈ വിവരണം തുടർന്ന് പറയുന്നു. വക്ഷസിൽ പൊൻകച്ചയും ഇവർ കെട്ടിയിരുന്നു. വക്ഷസിൽ പൊൻകച്ച. അപ്പോൾ ഈ പൊൻകച്ചയെക്കുറിച്ചുള്ള സൂചന വെളിപാട് 1-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ വിവരണത്തിൽ അവിടെ ആ ഒരു അരക്കെട്ടിനെ കുറിച്ച് പറയുന്നു, പൊൻകച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൂതർക്ക് ആ ക്രിസ്തുവിൻ്റെ ആ ശക്തി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൂതരുടെ തിന്മയ്ക്കെതിരായിട്ടുള്ള ഈ പ്രവൃത്തികളെല്ലാം വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെയും ചരിത്രത്തിലെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കാം ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ വിശുദ്ധരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്. ക്രിസ്തു തിന്മയ്ക്കെതിരെ ചരിത്രത്തിൽ ഇടപെടുന്നതിൻ്റെ പ്രകടനവുമാണ്. അപ്പോൾ വിശുദ്ധിയുടെയും നീതി നിഷ്ഠയുടെയും അടയാളമായിരുന്ന ആ ഒരു പുരോഹിത മേലങ്കി ഇവിടെ ആ ഒരു പ്രതീകം ഇവിടെ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഈ പുരോഹിത വസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൂതരെ ഒരു രാജകീയ പുരോഹിതരായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ നീതി ഇവിടെ 7 മഹാമാരികളുമായിട്ട് വരുന്ന ദൂതരെ അവതരിപ്പിക്കുമ്പോൾ അവരെ അക്രമവുമായിട്ട് വരുന്ന ഒരു കൂട്ടരായിട്ടല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്ന പശ്ചാത്തലം തന്നെ നോക്കുക. അത് ഒരു ആരാധനയുടെ പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്, ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലമാണുള്ളത്, നീതി നിർവഹണത്തിൻ്റെ ആ ഒരു പശ്ചാത്തലമാണുള്ളത്.
അപ്പോൾ ഇവിടെ ഇവരുടെ പ്രവൃത്തികൾ ഇനി തുടർന്ന് വരുന്ന ആ വിവരണം നാം വിലയിരുത്തുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനെ കാണണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരാധനയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവം തിന്മയ്ക്കെതിരെ ഇടപെടുന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ നീതി നിർവഹിക്കുന്നതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് നാം ഇതിനൊക്കെ വിലയിരുത്തേണ്ടത്. അപ്പോൾ 7 മഹാമാരികളുമായിട്ട് ഒക്കെ കടന്നു വരുന്നു. ഇനി തുടർന്ന് 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: 4 ജീവികളിലൊന്ന് എന്നും എന്നേക്കും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ കോപം നിറച്ച 7 പൊൻപാത്രങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. ഇപ്പോൾ വീണ്ടും ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ കണ്ട ആ 4 ജീവികളെക്കുറിച്ചുള്ള സൂചന ഇവിടെ കടന്നു വരുന്നു. ഇപ്പോൾ 4 ജീവികൾ എന്നത് ഇപ്പോൾ നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് 4 ദൈവിക മേഖലയ്ക്കും മാനുഷിക മേഖലയ്ക്കും ഒക്കെ ഇടയിലുള്ള മധ്യവർത്തികളായിട്ട് നമുക്കതിനെ കാണുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ആ ജീവികളിലൊന്നാണ് ഈ പൊൻപാത്രങ്ങൾ ഈ ദൂതരുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇനി ഇവിടെ പറയുന്നു എന്നും എന്നേക്കും ജീവിക്കുന്നവനായ ദൈവം. അപ്പോൾ വീണ്ടും ഈ നീതി നിർവഹണത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നും എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണ്. അപ്പോൾ മാറ്റമില്ലാത്തവൻ നമ്മൾ 1-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ട ആ വാക്യം നമ്മൾ ഓർക്കുക. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവൻ, അതായത് എന്നും നിലനിൽക്കുന്നവൻ, കാലങ്ങളുടെ അധിപനായ ദൈവം. അപ്പോൾ എന്നും എന്നേക്കും നിലനിൽക്കുന്നവൻ, ജീവിക്കുന്നവനായ ദൈവം. അപ്പോൾ അവിടുന്ന് മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപുറം എന്താണ്? നമ്മുടെ ചുറ്റും കാണുന്ന ഈ ചക്രവർത്തിയുടെ സംവിധാനങ്ങളുമൊക്കെ അത് നശ്വരങ്ങളാണ്. അതിന് നിത്യമായ നിലനിൽപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെ നാം ആരാധിക്കരുത്, അവയെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല, അവയെ വണങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ആ ദൈവത്തിൽ മാത്രമാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന് പറയുന്നു. ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം. നമ്മൾ കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. എങ്കിലും അതേക്കുറിച്ച് ഒന്നുകൂടി നമുക്കിവിടെ ഒന്ന് കാണാം. ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നാം അത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അത് ബൈബിളിൽ അത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രമേയം തന്നെയാണ്. ദൈവത്തിൻ്റെ ക്രോധം അത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നു: അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു, അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു, അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ മാലിന്യം പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല, അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ക്രോധം, ആ ഒരു പ്രമേയം അത് ബൈബിളിൽ പഴയ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. മത്തായി 3:7 അല്ലെങ്കിൽ റോമ 1:18 അവിടെയൊക്കെ ഈ ഒരു പ്രമേയം കടന്നു വരുന്നുണ്ട്. അപ്പം എന്താണ് ഈ ദൈവത്തിൻ്റെ കോപം, ക്രോധം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്? ഥുമോസ് എന്നുള്ള ആ ഒരു പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിന്മയ്ക്കെതിരെയുള്ള, എല്ലാവിധ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ശക്തിയാണ്. സങ്കീർത്തനം 38:1 നമുക്കെടുക്കാം. സങ്കീർത്തനം 38:1: കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുത്, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത്. അപ്പോൾ അവിടുത്തെ കോപത്തിൽ എന്നെ ശാസിക്കരുത്, ക്രോധത്തിൽ ശിക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ആ തിന്മ ചെയ്ത ആ മനുഷ്യൻ്റെ പരിദേവനങ്ങളാണ്. അപ്പോൾ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുക. അപ്പോൾ
തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് അത് മനുഷ്യർക്കെതിരെയല്ല, തിന്മയ്ക്കെതിരെയാണ്. ഇനി ക്രോധത്തിൻ്റെ മഹാദിനത്തെ പാപികളെയും പാപപങ്കിലമായ ലോകവും നശിപ്പിക്കുന്ന ദിനമായിട്ട് പ്രവാചകരൊക്കെ കാണുന്നുണ്ട്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ സെഫാനിയ 1:14-15, എസെക്കിയേൽ 7:19, ഇവിടെയൊക്കെ ആ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മഹാദിനത്തെക്കുറിച്ച് ഒക്കെ ഉള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അല്ലെങ്കിൽ ക്രോധം എന്ന് പറയുന്നത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും മറുവശമാണ്. തൻ്റെ ജനത്തിനോട് അവിടുന്ന് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെയും അവരോട് പ്രകടിപ്പിക്കുന്ന കരുണയുടെയും മറുവശമാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിഷേധിക്കപ്പെട്ട ആ ഒരു നീതി നടപ്പാക്കുമ്പോഴാണ്, ദൈവം അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് തൻ്റെ ജനത്തോട്, തൻ്റെ കൂടെ നിൽക്കുന്നവരോട് അവിടുന്ന് കാണിക്കുന്ന സ്നേഹവും കരുണയുമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവ കോപത്തിൻ്റെ, ക്രോധത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് തിന്മ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ മനുഷ്യരെയല്ല, തിന്മയാണ് ഈ കോപം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായുള്ള ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ പ്രകടനമായി ഈ ദൈവകോപത്തെ, ക്രോധത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഈ ഇടപെടലിൽ ക്രിസ്തുവും പങ്കുചേരുന്നത് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ആ ദൈവകോപത്തിൻ്റെ പൊൻപാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് തിന്മ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഒരു ആദ്യ പടിയാണ്. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. ഇനി ഇവിടെ പറയുന്ന അടുത്ത പ്രയോഗം, ഉപയോഗിച്ചിരിക്കുന്ന അടുത്ത പ്രയോഗം 7 പൊൻപാത്രങ്ങൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. പാത്രങ്ങളിൽ നിന്ന് അത് ചൊരിയുക എന്നുള്ള ആ ഒരു പ്രയോഗം. പക്ഷേ ഈ ഒരു പ്രയോഗവും അതും പഴയ നിയമവുമായിട്ട്, പഴയ നിയമ വിവരണവുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടതാണ്. ദൈവക്രോധത്തിൻ്റെ പാത്രം ചൊരിയുന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 51-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ക്രോധത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വാങ്ങിക്കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മട്ടുവരെ കുടിക്കുകയും ചെയ്ത ജെറുസലേമേ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. ഇപ്പോൾ ഇവിടെ ആ ഒരു ദൈവക്രോധത്തിൻ്റെ പാത്രം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രമേയം, ഒരു പ്രതീകം തന്നെയാണ്. ഇനി ഈ പാത്രം എന്ന് പറയുമ്പോൾ അതിന് പഴയ നിയമത്തിലെ ആരാധനയുമായിട്ട് ഒരു ചെറിയൊരു ബന്ധമുണ്ട്. ബലിപീഠത്തിൽ നിന്ന് ചാരവും മറ്റും നീക്കം ചെയ്യുന്ന പാത്രത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോധത്തിൻ്റെ വീഞ്ഞു നിറച്ച പാത്രത്തെക്കുറിച്ച് ജെറമ്യ പ്രവാചകൻ 25-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാത്രം എന്നുള്ള പ്രതീകം അത് പഴയ നിയമത്തിൽ പലയിടത്ത് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വരുമ്പോഴും ഈ ഒരു പാത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നാം കാണുന്നുണ്ട്. ഉദാഹരണം, കുഞ്ഞാടിനെ ആരാധിക്കുന്ന അവസരത്തിൽ സ്വർണ്ണ കലശങ്ങളുമായിട്ട് നിൽക്കുന്നതിനെ പറ്റി 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൽ ആ കാഹളങ്ങളുടെ സപ്തഗണത്തെക്കുറിച്ച് പറയുന്നതിന് ആമുഖമായിട്ട് പറയുന്ന ആരാധനയുടെ ഭാഗത്ത് 8-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഈ പാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ധൂപം പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാർത്ഥനയുമായിട്ട് ഒക്കെ ബന്ധപ്പെടുത്തി ഇവിടെ ആദ്യ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ വീണ്ടും ആ പാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കോപത്തിന് പാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സാങ്കത്യം എന്താണ്? ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആ പാത്രം, അതായത് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ അവിടെയുള്ള ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരമാണ് ഇവിടെ നാം കാണുക. അപ്പോൾ അതിൻ്റെ പ്രത്യുത്തരമായിട്ട് ദൈവത്തിൻ്റെ വിധി ഇവിടെ നടപ്പാകുന്നു. അത് സത്യസന്ധവും അത് ന്യായയുക്തവുമാണ് എന്ന് ഉറപ്പാക്കുന്നു. അപ്പോൾ ഈ 7 ക്രോധത്തിൻ്റെ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരമാണ്. തങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തികൾ ഇവരെയെല്ലാം ചിലപ്പോൾ കീഴടക്കുന്നു എന്ന് തോന്നുമ്പോൾ, അവർക്കതിനെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ ദൈവസന്നിധിയിൽ അവർ ചോദിക്കുന്ന ചോദ്യം, എപ്പോഴാണ് ഇവർക്കെതിരെ അങ്ങ് പ്രതികാരം ചെയ്യുന്നത്? അതിൻ്റെ ആ സമയം ആഗതമായി എന്നാണ് ഈ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വിധി, തിന്മയ്ക്കെതിരെയുള്ള വിധി ഇവിടെ നടപ്പാകുവാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 8-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് വിശുദ്ധ മന്ദിരം നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് വിശുദ്ധ മന്ദിരം നിറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ധൂപവും ഈ മേഘവും ഒക്കെ ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവശക്തിയും ദൈവത്തിൻ്റെ മഹത്വവുമാണ്. നാം അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതാണ്. ആ സാക്ഷ്യ കൂടാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടിരുന്നു, ആ കൂടാരത്തിൽ ദൈവസാന്നിധ്യം നിറയുന്നതിൻ്റെ പ്രതീകമായിരുന്നു അവിടെ അത് ആ കൂടാരം നിറഞ്ഞു നിൽക്കുന്ന ആ മേഘം. ഇപ്പോൾ മോശയുടെ സമാഗമ കൂടാരത്തിലും സോളമൻ്റെ ദേവാലയത്തിലും ദൈവസാന്നിധ്യം നിറയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാട് 40-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ സോളമൻ്റെ ദേവാലയത്തെക്കുറിച്ച് 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മേഘം നിറയുമ്പോൾ, ദൈവസാന്നിധ്യം നിറഞ്ഞു കഴിയുമ്പോൾ പറയുന്നുണ്ട്, അവിടെ പുരോഹിതന്മാർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നിറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് അത് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ആർക്കും അവിടെ പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ പ്രകടമാകാൻ പോകുന്നു എന്നതിനെ ആണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ തിന്മയുടെ ആ ശക്തികൾക്കെതിരെ ദൈവം നിർണായകമായി ഇടപെടുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ കാണുക. അപ്പോൾ അതിന് ആമുഖമായിട്ടുള്ള ഒരു ആരാധന ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന ആ മേഘം നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് അതിൻ്റെ ആ ഒരു രക്ഷ നടപ്പാകുന്നതിനുള്ള ആരാധന അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് പൂർത്തിയാകുന്നത് വരെ ഈ ആരാധന തുടരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഇനിയിവിടെ ഈ വിശുദ്ധ മന്ദിരത്തിൽ ഈ മേഘം അല്ലെങ്കിൽ ദേവസ്ഥാനം നിറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നീട് നമ്മൾ കാണുന്നുണ്ട് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 21-ാം അധ്യായം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി ദേവാലയത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ദൈവം സമ്പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഇവിടെ സന്നിധനായിരിക്കുന്നു എന്നുള്ള ആ ഒരു സൂചന. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന ആ ദേവാലയത്തിൻ്റെ പ്രതീകം അത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു സൂചന തന്നെയാണ്. ഇപ്പോൾ സാക്ഷ്യ കൂടാരത്തിലെയും ദേവാലയത്തിലെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവർത്തനമൊക്കെ ഈ സാക്ഷ്യ കൂടാരത്തിൻ്റെ ആ പ്രതീകത്തിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ തുടർന്നും ഈ ഒരു പ്രതീകത്തിലൂടെ യേശുവിൻ്റെ പ്രവൃത്തികളായിട്ട് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ചരിത്രത്തെ നയിച്ച് തിന്മ ഉന്മൂലനം ചെയ്യുകയും നന്മ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടി പൂർണ്ണമായിട്ടും നിറവേറ്റുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
14-ാം അധ്യായത്തിന് തുടർച്ചയായിട്ട് ക്രിസ്തു ഈ ചരിത്രത്തിൽ നിർണായകമായി ഇടപെട്ട് തിന്മയ്ക്കെതിരെ ശക്തമായിട്ട് ഇടപെടുന്നതും ഈ തിന്മയുടെ ശക്തികളെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതും ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ തിന്മയുടെ ശക്തികളാൽ ആകർഷിക്കപ്പെട്ട് വഴിതെറ്റിപ്പോയ ആ ജനതകൾ അവർ വീണ്ടും ദൈവത്തിങ്കിലേക്ക് വരുന്നതും ഇവിടെ വിവരിക്കുന്നുണ്ട്. അതുതന്നെയാണ് വെളിപാട് ഗ്രന്ഥത്തിലെ ഏറ്റവും വലിയ ആ ഒരു സ്വപ്നവും. സർവ്വ ജനതകളും ദൈവത്തിങ്കിലേക്ക് വരണം. ഇപ്പോൾ ദൈവം ഇവിടെ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ അത് തിന്മയ്ക്കെതിരാണ്, തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരല്ല എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആരാധന സമൂഹത്തിന് മുന്നിലുള്ള ആ സന്ദേശം എന്താണ്? ദൈവം തിന്മയ്ക്കെതിരെ ആത്യന്തികമായിട്ട് ഇടപെടും, തീർച്ച തന്നെ. പക്ഷേ ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അത് ആരാധന സമൂഹത്തിനുള്ളതാണ്. അപ്പോൾ ദൈവം അവരോട് കരുണ കാണിക്കുന്ന പോലെ ഈ ജനതകളോട് വഴിതെറ്റിപ്പോയവരോട് കരുണ കാണിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. ഇപ്പോൾ 15-ാമത്തെ അധ്യായം നൽകുന്ന മനോഹരമായിട്ടുള്ള സന്ദേശം ഇതാണ്: ദൈവം ചരിത്രത്തിൽ തിന്മയ്ക്കെതിരെ പൂർണ്ണമായിട്ട് ഇടപെടും, ആത്യന്തികമായിട്ട് ഇടപെടും, അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യും. അതോടൊപ്പം തന്നെ ജനതകൾ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ജനതകൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരും. ഇനി അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ആ വലിയൊരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭാഗം ചെയ്യുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.